പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. സംഘർഷം വർദ്ധിച്ചു വരുന്നതിനാൽ ഇരു നേതാക്കളും അഗാധമായ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇത് മുഴുവൻ മേഖലയ്ക്കും ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. റഷ്യയുടെ മധ്യസ്ഥതയിൽ സംഘർഷത്തിലെ കക്ഷികൾ തമ്മിൽ സംഭാഷണം നടത്താൻ സൗകര്യമൊരുക്കാമെന്ന് പുടിൻ UAE അറിയിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും പുടിൻ വെവ്വേറെ ഫോൺ സംഭാഷണങ്ങൾ നടത്തി. ഈ ചർച്ചകളിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായും പുടിൻ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിക്കുകയും സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ മധ്യസ്ഥത വഹിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. റഷ്യയുടെ ഈ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മധ്യപൂർവേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായി തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നുവെന്നതാണ്. സിറിയൻ യുദ്ധത്തിൽ റഷ്യ നടത്തിയ സൈനിക ഇടപെടൽ ഇതിന് ഉദാഹരണവുമാണ്.